يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما أرسلناك إلا رحمة للعالمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരൽപ്പം വിശദമായി തന്നെ അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പഠന പരമ്പരയ്ക്കാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടുന്ന മഹനീയമായ ആ ചരിത്രം, അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ലോകമൊട്ടാകെയുള്ള പല ആളുകളും ദുഷിച്ച പ്രചരണങ്ങളും അതോടനുബന്ധമായ പല രൂപത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ലോകം കണ്ട മഹാനായ ആ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പഠിക്കലും മനസ്സിലാക്കലും പറയലും അത് പ്രചരിപ്പിക്കലും ആ മഹാവ്യക്തിത്വത്തിന്റെ ജീവിത മാതൃകകളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുത്തോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കലും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ വളരെയേറെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും കടമപ്പെട്ടവരാണ് നാം എല്ലാവരും. അവിടുത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിക്കേണ്ട ബാധ്യതയുള്ളവരാണ് ഓരോ മുസ്ലിമും. തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണകൾക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ ശക്തമായ മുന്നറിയിപ്പുകളും താക്കീതുകളും മറുപടികളും നൽകിക്കൊണ്ട് അവിടുത്തോടുള്ള നമ്മുടെ കടപ്പാട് നാം നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടവരാണ്. ലോകത്ത് എല്ലാ സമുദായങ്ങളിലും താക്കീതുകാര് വന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. മുന്നറിയിപ്പുകാര്, താക്കീതുകാര് കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമുദായവുമില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തിനാണ് അല്ലാഹു പ്രവാചകന്മാരെ ഇങ്ങനെ അടിക്കടി നിയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ലാഹു തആല പറയുന്നു, റുസുലം മുബശ്ശിരീന വമുൻദിരീന ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത് മുബശ്ശിരീന, എങ്ങനെയുള്ളവരാണ് ആ നബിമാർ? സത്യവിശ്വാസം സ്വീകരിക്കുകയും ആ പ്രവാചകന്മാരെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മരണാനന്തരമുള്ള ജീവിതത്തിൽ സുഖമുണ്ട്, സന്തോഷമുണ്ട് എന്ന സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവരായ നിലയിൽ, വമുൻദിരീന, ആ പ്രവാചകന്മാരുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അനുസരിക്കാത്ത ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന താക്കീത് നൽകുന്നവരായിക്കൊണ്ട്
ഇങ്ങനെ മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളും ആയിക്കൊണ്ട് പ്രവാചകന്മാര് വന്നത് ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ, ജനങ്ങൾക്കുണ്ടാകാതിരിക്കാനാണ്. അല്ലാഹുവിന്റെ മേൽ ഹുജ്ജത്തുൻ, ഒരു തെളിവ്, ബഅദർ റുസുൽ, പ്രവാചകന്മാർക്ക് ശേഷം ഞങ്ങളൊന്നും സത്യം അറിഞ്ഞില്ലല്ലോ എന്ന് പരലോകത്തവർ പറയാൻ ഇടവരരുത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, അന്നഹു തആല അൻസല കുതുബഹു വഅർസല റുസുലഹു ബിൽ ബശാറതി വന്നദാറ വബയ്യന മാ യുഹിബ്ബുഹു വയർദാഹു മിമ്മാ യക്റഹുഹു വയഅബാഹു ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ. എന്താണ് ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നത്? അല്ലാഹു തആല അവന്റെ വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ചു, അവന്റെ പ്രവാചകന്മാരെ അവൻ അയച്ചു തരികയും ചെയ്തു. സന്തോഷ വാർത്ത കൊണ്ടും താക്കീതുകൾ കൊണ്ടും ആ പ്രവാചകന്മാര് വന്നു. വബയ്യന മാ യുഹിബ്ബുഹു വയർളാ, അല്ല എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ല എന്തൊക്കെ തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് അവർ വിശദീകരിച്ചു. അല്ല വിശദീകരിച്ചു. മിമ്മാ യക്റഹുഹു വയഅബാഹു, അല്ലാഹു എന്തൊക്കെ വെറുക്കുന്നു, അല്ല എന്തൊക്കെ വിസമ്മതിക്കുന്നു എന്നും അവൻ വിശദീകരിച്ചു തന്നു. ലിഅല്ലാ യബ്ഖാ ലിൽ മുഅ്തദിരി ഉദ്റുൻ, ഇനി നാളെ പരലോകത്ത് ഒരാളും അല്ലാഹുവിന്റെ മുമ്പിൽ പറയരുത് ഞങ്ങൾക്ക് സത്യം മനസ്സിലായില്ല, അതുകൊണ്ടാ ഞങ്ങൾ പഴച്ചുപോയത്, ഞങ്ങൾക്ക് സന്മാർഗം എന്താണെന്ന് അറിയിക്കാൻ ആള് വന്നില്ല, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആളുണ്ടായില്ല എന്ന് ഒരാൾക്കും ഉദ്ർ പറയാൻ, പ്രതിബന്ധം പറയാൻ, കാരണം പറയാൻ ഇല്ലാതിരിക്കുമാറ് അല്ലാഹു തആല പ്രവാചകന്മാരെ തുടരെ തുടരെയായി ലോകത്തേക്ക് അയച്ചുകൊണ്ടിരുന്നു.